ഹായ് വെൽക്കം മൈ ഡിയേഴ്സ്. സൺഡേ സ്പെഷ്യൽ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, ഈ 3 കാര്യങ്ങളെയും പറ്റി ഇന്ന് ചിന്തിക്കാം. ആദ്യം ലഭിച്ചിരിക്കുന്ന കാർഡ് 10 ഓഫ് വാണ്ട്സ് ആണ്. 10 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, ഭാരങ്ങൾ, സ്ട്രെസ്സ്, ഓവർ തിങ്കിങ് ഇവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മനസ്സിൽ കുറേയധികം ചിന്തകളുണ്ട്, കുറേ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത് ലഭിച്ചിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ മേജർ അർക്കാന കാർഡാണ്. ഇത് നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷ തരുന്ന കാർഡാണ്. നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നുണ്ട്, പോസിറ്റിവിറ്റി, ഡിവൈൻ ഗൈഡൻസും ലഭിക്കുന്ന ഒരു കാർഡാണ് രണ്ടാമതായി വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് വരുന്ന എനർജി ഒരു പുതിയ പ്രതീക്ഷയുടേതാണ്. നെക്സ്റ്റ് ലഭിച്ചിരിക്കുന്ന കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ കാർഡാണ്. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇതിന് കുറേ ഡിലേ ഉണ്ട്, നല്ല പേഷ്യൻസിൻ്റെ ആവശ്യവുമുണ്ട്. അതായത് പുറത്തു നിന്നുള്ള മാറ്റം അല്ല ഉദ്ദേശിക്കുന്നത്, ഉള്ളിൽ നിന്നുള്ള മാറ്റം ആരംഭിച്ചതിന് ശേഷം പുറത്തു ലഭിക്കുന്ന മാറ്റം, ഇതാണ് ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത്. അതായത് ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് എനർജി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളുണ്ട്, കൂടുതലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നല്ല സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തോ ഒരു പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന എനർജിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഒരു ഹീലിംഗ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നതുമായിട്ടുള്ള എനർജിയാണ് ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് എത്ര നേരം വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസ് നിങ്ങൾ കാണിക്കണം. ഉള്ളിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് പുറത്തേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയൊരു ആളായി മാറാമെന്നതാണ് ഓവറോൾ ചിന്തിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.